ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞ് വലിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അടുത്തിടയ്ക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്ത ഒപ്പോ റെനോ Ace 2 എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനിലേക്ക് പോയാലോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മികച്ചൊരു ബോഡി തന്നെയാണ് എനിക്ക് ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ തോന്നുന്നു. ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ സപ്പോർട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ സപ്പോർട്ടാണ് ബാക്കിലും വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമോലെഡിൻ്റെ ക്യാപ്റ്റീവ് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ചസാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ നേരത്തെ പ്രൊട്ടക്ഷൻ്റെ ഭാഗത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റോട് കൂടിയാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു മികച്ച ക്വാളിറ്റി നൽകുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ ഒരു ഫോണിനുള്ളത്. ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ Android 10 ആണ് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്പോയുടെ തന്നെ ഓപ്പോ കളർ OS 7 ആണ് ഈ ഒരു ഫോണിന് യൂസ് ചെയ്തിരിക്കുന്ന UI ഇൻ്റർഫേസ്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അത് ചിപ്സെറ്റ് വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ കോൾകോം 665ൻ്റെ ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വളരെ മികച്ചൊരു പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നതും. എക്സ്റ്റേണലായിട്ട് മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടുകളൊന്നും ഈ ഒരു ഫോണിൽ ലഭിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8GB 128GB, അതുപോലെ തന്നെ 8GB 256ഉം അതുപോലെ തന്നെ 12GB 256ഉം ഇങ്ങനെ 3 വേരിയൻസിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാലും അത്യാവശ്യം നല്ല ഫയൽസൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഫോണിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു മെമ്മറി കാർഡിൻ്റെ ആവശ്യകത ഈ ഒരു ഫോണിൽ വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ മെയിൻ ക്യാമറ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ അകത്തും കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു 48 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറോട് കൂടിയ 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ സെൻസറും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാപിക്സലിൻ്റെ മൈക്രോ ലെൻസും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ ഡുവൽ LED ഫ്ലാഷ്, HDR, പനോരമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. വീഡിയോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഇമേജ് സിമുലേഷൻ ഉണ്ട്. 4K ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും 60 FPS-ലും 30 FPS-ലും. പക്ഷേ ഇതിന് ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ 1080p 60 FPS-ലും 30 FPS-ലും 120 FPS-ലും 240 FPS-ലും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ f2.0 അപ്പാച്ചറോടെ ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡ്യുവൽ സ്പീക്കറാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഉണ്ട്. പിന്നെ അതുള്ള സെൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, കോമ്പസ്, പിന്നെ ആക്സിലറോട്ടോമീറ്റർ അങ്ങനെ കുറച്ച് സെൻസേഴ്സൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4000 mAh ഒരു മാസീവ് ബാറ്ററി തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 65 വാട്ടിൻ്റെ വൂക്ക് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് ഏകദേശം 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ആവും എന്നാണ് കമ്പനി അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 45 വാട്ടിൻ്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് കൂടെ ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഘട്ടങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാലും അത്യാവശ്യം മികച്ചൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ അത്യാവശ്യം ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ക്യാമറ, ഫോട്ടോസ് എടുക്കാൻ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഇത് എനിക്ക് തോന്നുന്നു. കാരണം അത്രമാത്രം പ്രോസസ്സറും കാര്യങ്ങളും ക്യാമറയും സെറ്റപ്പും എല്ലാം ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഇൻക്ലൂഡാണ്. അപ്പോൾ വളരെ മികച്ചൊരു സ്മാർട്ട് ഫോൺ ആയിരിക്കുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഏകദേശം ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 14-15 ലോഞ്ച് ആവുമെന്നാണ് ഈ ഓപ്പോയുടെ ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരാന്ന് ഞാൻ മറന്നുപോയി, ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഏപ്രിൽ മാസത്തിൽ വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം അന്ന് കഴിയുമ്പോൾ ഈ ഫോണിൻ്റെ കാര്യങ്ങളും ഫീച്ചേഴ്സും ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണുമ്പോൾ ഇറ്റ്സ് മീ എഡ്യൂടെക് സൈനിങ് ഓഫ്.